ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലെറ്റ് ദിസ് ബി അവർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ലെറ്റ്സ് കൺസിഡർ it's a straight line inclined to time axis like this, and this velocity time graph is making an angle theta with respect to time axis. Then we can find out both displacement and acceleration by using velocity time graph. Velocity time graph ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്? ആക്സിലറേഷൻ by using velocity time graph എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ആക്സിലറേഷൻ, അതായത് ടാൻ തീറ്റ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി എടുത്താൽ മതി. അപ്പം ആക്സിലറേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതേ രീതിയിൽ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. അതായത് 0 ടൈം മുതൽ ഈ ഒരു ടൈം ഇന്റർവെൽ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കലാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന് താഴെയുള്ള ഈ ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് അടുത്ത ഗ്രാഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് സംസാരിക്കുന്നതിന് മുന്നേ എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പം ആക്സിലറേഷൻ എന്ന് പറയുന്നതിന്റെ ഗ്രാഫ്, അതായത് ആക്സിലേഷൻ ടൈം ഗ്രാഫിനെ പറയുകയാണെങ്കിൽ ടൈമിനെ എക്സ് ആക്സിസിലും ആക്സിലേഷനെ വൈ ആക്സിലും വരയ്ക്കുന്ന ഗ്രാഫാണ് ആക്സിലേഷൻ ടൈം ഗ്രാഫ്. ഈ ആക്സിലേഷൻ ടൈം ഗ്രാഫിലെ കുറച്ച് ഗ്രാഫുകൾ മാത്രമാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിലെ ഒരു ഗ്രാഫ് ഇങ്ങനെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് ഗ്രാഫ് എങ്കിൽ ഈ ആക്സിലേഷൻ ടൈം ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അതായത് ടൈം മാറുന്നതനുസരിച്ച് ആക്സിലേഷൻ മാറുന്നില്ല, അതായത് ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ പോസിറ്റീവും ആണ്. ഈ ആക്സിസിൽ ആയതുകൊണ്ടാണ് ആക്സിലേഷൻ പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്സിലേഷൻ ടൈം ഗ്രാഫിനെ താഴോട്ടേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെയാണ് ആക്സിലേഷൻ എടുക്കുന്നത്, എന്നിട്ട് നമ്മൾ ഗ്രാഫ് ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഗ്രാഫ് സൂചിപ്പിക്കുന്നത്, സെക്കൻഡ് ഗ്രാഫ് പ്രകാരം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഇതാണ് സെക്കൻഡ് ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നാല് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് വേണമെങ്കിൽ വെലോസിറ്റിനെ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റിനെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ആക്സിലേഷൻ ടൈം ഗ്രാഫിന് വെലോസിറ്റിനെ കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ആക്സിലേഷൻ ടൈം ഗ്രാഫ് ഇതാണ്. ആക്സിലേഷൻ ടൈം ഗ്രാഫിൽ 0 ടൈം മുതൽ ഈ ടൈം വരെയുള്ള വെലോസിറ്റിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഏരിയ അണ്ടർ ആക്സിലേഷൻ ടൈം ഗ്രാഫ് എടുക്കും. ഏരിയ അണ്ടർ ആക്സിലേഷൻ ടൈം ഗ്രാഫ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റിനെ പറഞ്ഞുതരും. അപ്പം മറന്നുകൊണ്ട, ഏരിയ അണ്ടർ velocity time graph will give you displacement, area under acceleration time graph will give you velocity അല്ലേ? ഇനി നമുക്ക് അറിയാനുള്ളത്, ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക, അതിന്റെ ആക്സിലേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ്. അതിൽ നമ്മളിപ്പം ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് കാണുന്നത് ഇത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്, ഇവിടെ കാണിച്ചിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, ഇവിടെ കാണിച്ചിരിക്കുന്ന ആക്സിലേഷൻ ടൈം ഗ്രാഫ് ആണ്. ഞാനൊരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വരച്ചു. നമ്മളുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് പൊസിഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അതിന് ഡിസ്പ്ലേസ്മെന്റ് മാറുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഒരു രീതിയിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണ്. ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി എത്രയാണ്? 0. വെലോസിറ്റി 0 ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? നമ്മളുടെ
ആ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഞാൻ ഇതിനെ കറുപ്പ് കളറിൽ വരയ്ക്കട്ടെ. ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. വെലോസിറ്റി 0 ആണ്, ആക്സിലേഷൻ എന്താണ്? ആക്സിലേഷൻ 0. അപ്പോൾ ആക്സിലേഷൻ ടൈം ഗ്രാഫ് ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്തതില് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നമുക്ക് അഥവാ ഇങ്ങനെയാണ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി പോസിറ്റീവ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റും വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് കോൺസ്റ്റന്റും പോസിറ്റീവ് ആണ്. എങ്ങനെ ഉണ്ടാവും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സിലേഷൻ 0 അല്ലേ? അപ്പൊ ആക്സിലേഷൻ ടൈം ഗ്രാഫ് ഇതാ ഈ കാണുന്ന രീതിയിലാണ്. മനസ്സിലായി? ഇനി അടുത്തത്. ഇനി അഥവാ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ പറഞ്ഞാല്, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഒബ്വിയസ്ലി വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലായിട്ട് x = 0 പോയിന്റിലാണ്, ഫൈനലായിട്ട് x = മൈനസ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ്. അതായത് 0 പൊസിഷനിൽ നിന്ന് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, വെലോസിറ്റി നെഗറ്റീവ് ആണ്. അപ്പം ഇവിടെ വെലോസിറ്റി നെഗറ്റീവും കോൺസ്റ്റന്റും ആണ്. ഇതാ ഇങ്ങനെ വരും. ഇനി വെലോസിറ്റി കോൺസ്റ്റന്റ് ആയത് കാരണം അതിന്റെ ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ അത് ഇങ്ങനെ വരും. ഓക്കെ. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ദാ ഈ കാണുന്ന രീതിയിലാണ്. ഒരു കർവ്, ആ കേർവിങ് അപ്വേർഡ്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കേർവിങ് അപ്വേർഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി ഇൻക്രീസിങ് ആണ്. വെലോസിറ്റി ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ കർവ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാറുണ്ടാലും വെലോസിറ്റി റെഗുലർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി പോസിറ്റീവ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. വെലോസിറ്റി പോസിറ്റീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. വെലോസിറ്റി ടൈം ഗ്രാഫിന് ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഇനി വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്? വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ഇൻക്രീസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഇങ്ങനെ. ഓക്കെ. അപ്പൊ ഇതാണ് കുറച്ച് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫുകൾ. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ്. നമ്മളുടെ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന 4 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് v = u + at. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. v ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t ടൈം. അടുത്തത് s = ut + ½ at². അതിൽ s ഡിസ്പ്ലേസ്മെന്റ്, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t ടൈം നമുക്കറിയാം. അടുത്തത് v² - u² = 2as. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. നാലാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ nth സെക്കൻഡ് = u + a/2 × 2n - 1. ഇതാണ് ഫോർത്ത് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ 4 ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമ്മൾ മെജോറിറ്റി ഓഫ് ദ സിറ്റുവേഷനിലും നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ യൂസ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് സാഹചര്യത്തിലാണ്? സബ്സ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് നീങ്ങുന്നതെങ്കിൽ. സബ്സ്റ്റൻസിന്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ടാല്, നമ്മളുടെ വെലോസിറ്റി = Δx/Δt. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. Δx/Δt എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് a = v - u/t. ഇതും നമ്മൾ യൂസ് ചെയ്യും. ശരിയല്ലേ? ഇനി ഫ്രീലി ഫോളിങ് ആവുന്ന ഒരു സബ്സ്റ്റൻസിന്റെ സാഹചര്യത്തിൽ, ഒരു സബ്സ്റ്റൻസ് ഫ്രീ ഫോളിലാണ്, അതായത് നമ്മൾ ഒരു സബ്സ്റ്റൻസ് ഇങ്ങനെ ഫ്രീ ഫോൾ ചെയ്യുകയാണെങ്കിൽ ഫ്രീലി ഫോളിങ് സിറ്റുവേഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും.
ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ സിറ്റുവേഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പം ഫ്രീ ഫോളിന്റെ സിറ്റുവേഷനിൽ നമുക്ക് u ഈക്വൽ ടു 0യും a ഈക്വൽ ടു gയും ഇവിടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ്സിന്റെ സാഹചര്യങ്ങളിൽ അറ്റ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ്സിന്റെ സമയത്താണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആയിരിക്കും. നമുക്ക് അതിനെ -g എന്ന് എടുക്കാം. അപ്പം ഒബ്ജക്റ്റ് ത്രോൺ അപ്വേർഡ്സിന്റെ സാഹചര്യങ്ങളിൽ v ഈക്വൽ ടു 0യും a ഈക്വൽ ടു -g എന്നുള്ളതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇക്വേഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇനി നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട കുറച്ച് സാഹചര്യങ്ങൾ നോക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസിന്റെ അല്ലെ ആവറേജ് സ്പീഡ് കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ d1 പ്ലസ് d2 പ്ലസ് എക്സെട്ര അപ് ടു dn ഓരോ ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസ് ആണിത്. ആ ഓരോ ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ t1 പ്ലസ് t2 പ്ലസ് എക്സെട്ര അപ് ടു tn എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി നമുക്ക് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എഴുതിക്കൂടെ. അതുകൊണ്ട് ഈ ഇക്വേഷനെ നമുക്ക് v1 t1 പ്ലസ് ഡിസ്റ്റൻസ് 2നെ v2 t2 പ്ലസ് എക്സെട്ര പ്ലസ് vn tn ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2 പ്ലസ് എക്സെട്ര അപ് ടു tn എന്ന് വേണമെങ്കിലും എഴുതാം. ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ ഫോർമുല. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഓരോ ടൈം ഇന്റർവെല്ലും ഈക്വൽ ആണ്. അതായത് നമുക്ക് t1 is equal to t2 is equal to etc up to tn is equal to t ആണ്. ഓരോ ടൈം ഇന്റർവെല്ലും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുലേനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. v is equal to നമുക്ക് ഇവിടുന്ന് t നെ കോമൺ ആയി പുറത്തെടുക്കാം. എന്നിട്ട് v1 പ്ലസ് v2 പ്ലസ് എക്സെട്ര അപ് ടു vn ഡിവൈഡഡ് ബൈ nt എന്ന് എഴുതാം. t1 പ്ലസ് t2 എന്നുള്ളതിനൊക്കെ t പ്ലസ് nt ആവും. അപ്പോൾ ഇവിടെ t ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. v1 പ്ലസ് v2 പ്ലസ് എക്സെട്ര അപ് ടു vn ഡിവൈഡ് ബൈ n എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഈക്വൽ ടൈം ഇന്റർവെല്ലാണ് സബ്സ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫോമിൽ എടുക്കാം. ഇനി ഇതിന്റെ വേറൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലിൽ ട്രാവൽ ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുകൾ സെയിം ആണെങ്കിൽ, അതായത് d1 is equal to d2 is equal to d3 അതൊക്കെ dക്ക് ഈക്വൽ ആണെന്ന് സങ്കല്പിക്കും. ഇനി ഇവിടെ നമുക്ക് v is equal to അല്ലെ vt is equal to x എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ t is equal to ആണെങ്കിൽ x by v എന്ന് എഴുതാം. ഞാൻ ഇവിടെ d by v എന്ന് എഴുതട്ടെ. നമ്മൾ x ന് പകരം d എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ t1 ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഇന്റർവെൽ ആണെങ്കിൽ d by v1 എഴുതിക്കൂടെ. അതേപോലെ തന്നെ t2 ആണെങ്കിൽ d by v2 എന്ന് നമുക്ക് എഴുതാം. ആ രീതിയിൽ നമ്മൾ ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റിന് എന്ത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് d പ്ലസ് d അങ്ങനെ പോകും. അങ്ങനെയാണ് nd ഡിവൈഡഡ് ബൈ ഇവിടെ tക്ക് പകരം t1 പകരം d by v1, t2 പകരം d by v2 ആണെങ്കിൽ d നെ കോമൺ ആയി പുറത്തെടുത്തതിന് ശേഷം 1 by v1 പ്ലസ് 1 by v2 പ്ലസ് എക്സെട്ര പ്ലസ് 1 by vn എന്ന് കിട്ടും. ഞാനിവിടെ ജനറലൈസ് ചെയ്തിട്ടുള്ള n ടേംസിന്റെ ഫോമിൽ എടുത്താണ്. ഇനി ഇവിടെ ഡിയും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും കിട്ടും. ഇനി നമുക്ക് ഇതിന്റെയും ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഫസ്റ്റ് ടൈം ഇന്റർവെല്ലില് v1 വെലോസിറ്റിയിലും സെക്കൻഡ് ടൈം ഇന്റർവെല്ലിൽ v2 വെലോസിറ്റിയിലുമാണ് എങ്കിൽ രണ്ട് ടൈം ഇന്റർവെല്ലും സെയിം ആണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി ആ സാഹചര്യത്തിൽ രണ്ട് ടൈം ഇന്റർവെൽ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ v1 ഉം v2 വെലോസിറ്റിയിൽ നീങ്ങുകയാണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റിനെ v1 പ്ലസ് v2 ബൈ 2 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഈ സിറ്റുവേഷനിലുള്ള ഒരു സ്പെഷ്യൽ കേസ് നോക്കുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് v1 വെലോസിറ്റിയിലും സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് v2 വെലോസിറ്റിയിലുമാണ് നീങ്ങിയെങ്കിൽ നമുക്കിവിടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക്
2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് v1 വെലോസിറ്റിയിലും സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് v2 വെലോസിറ്റിയിലും ആണെങ്കിൽ നമുക്ക് ഇതാ ഈ ഫോർമുല ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. അതേമാതിരി തന്നെ ഫസ്റ്റ് ഹാഫ് ടൈം v1 വെലോസിറ്റിയിലും സെക്കൻഡ് ഹാഫ്